ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ജാസ് ഫുഡ് കോർട്ട്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ദോശയും ചട്നിയുമാണ്. ഇതിനു വേണ്ടി ഒരു ഗ്ലാസ് ഉഴുന്ന് ഒരു 5 മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്തതാണ്. ഇത് നമുക്ക് നന്നായി അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഒരു വലിയൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്ത് അടച്ചു വെച്ച് ഒരു 10 മണിക്കൂറോളം പുളിക്കാൻ വേണ്ടി നമുക്ക് വെക്കാം. 10 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് ഗോതമ്പ് പൊടിയിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടെ നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ആദ്യം നമുക്ക് ചട്നി ഉണ്ടാക്കിയെടുക്കാം. പാന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. 2 ഉണക്കമുളക് കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു വലിയ ഉള്ളി കൂടി ഇട്ട് കൊടുക്കാം. ഇതും നമുക്ക് നന്നായി വഴറ്റി കൊടുക്കാം. കുറച്ച് സമയം ഇത് നന്നായി വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച തക്കാളി ഇട്ട് കൊടുക്കാം. ഒരു തക്കാളിയാണ്. ഇത് കൂടി നമുക്ക് നന്നായി വഴറ്റി കൊടുക്കാം. നല്ലോണം വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരല്ലി വെളുത്തുള്ളിയും 1 സ്പൂൺ കടലപ്പരിപ്പും ഇട്ട് ഇത് കൂടെ കുറച്ച് സമയം നമുക്ക് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് പുളിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായി വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് തണുത്ത് വന്നതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായി അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കടുക് പൊട്ടിച്ചിട്ട് കൊടുക്കണം. അതിനു വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില കൂടി കുറച്ച് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിത് ചട്നിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ സൂപ്പർ ചട്നി റെഡി ആയിട്ടുണ്ട്.
നമുക്ക് ദോശ ചുട്ടെടുക്കാം. പാന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് മാവ് ഒഴിച്ച് നല്ലോണം കട്ടി കുറച്ച് പരത്തിയെടുക്കാം. ഇത് നമുക്ക് അടച്ചു കൊടുക്കാം. ഇത് തുറന്ന് കുറച്ച് മൊരിയാൻ വേണ്ടി വെക്കാം. ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ബട്ടർ ഇഷ്ടമല്ലെങ്കിൽ വെളിച്ചെണ്ണ തൂവി കൊടുക്കാം. കണ്ടോ, നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നത് പോലെ തന്നെ റവ ഒന്ന് പൊടിച്ച് നമുക്ക് ഉഴുന്നരച്ചതിലേക്ക് ഇട്ട് കൊടുത്താൽ അതും നല്ല ടേസ്റ്റാണ്. അപ്പം നിങ്ങൾ അതുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിതുപോലെ വേണ്ടത്ര ദോശ ചുട്ടെടുക്കാം. നല്ലോണം തിന്നായി പരത്തി ഒന്ന് അടച്ചു കൊടുത്ത് തുറന്നതിന് ശേഷം അതിൻ്റെ മേലെ ഒരു കഷ്ണം ബട്ടറോ അതിഷ്ടമല്ലെങ്കിൽ കുറച്ച് എണ്ണയോ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കൂടുതൽ ക്രിസ്പിയായി കിട്ടും. ടേസ്റ്റും കൂടുതലാണ് കേട്ടോ. നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ ദോശയും ചട്നിയും റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണേ. പിന്നെ ഞാൻ എന്നും പറയുന്നത് പോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും ഒന്നും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.